ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മുരിങ്ങയ്ക്ക തീയൽ തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. മുരിങ്ങയ്ക്ക തീയലിന് ആവശ്യമായ മുരിങ്ങയ്ക്ക ഒരു 4 എണ്ണം എടുത്ത് കീറി അതിനുള്ളിലെ ഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് നീളമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഇടാവുന്നതാണ്. ഇനി ആവശ്യമായത് 20 ചെറിയുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. 1 കപ്പ് തേങ്ങ ചിരകിയത് അരപ്പിന് ആവശ്യമായതാണ്. ഇനി ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനാവശ്യമായ പാത്രം വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വറുത്ത് കോരിയെടുക്കാം. നല്ല ബ്രൗൺ നിറത്തിലാകുമ്പോൾ ഫ്ലെയിം ലോയിലേക്ക് ആക്കി വേണം വറുക്കാനായിട്ട്. കരിയരുത്, എല്ലാ ഭാഗവും തുല്യമായിട്ട് വറുത്തു വരണം. ഇല്ലെങ്കിൽ കറിയുടെ നിറവും രുചിയും എല്ലാം വ്യത്യസ്തമായി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇത്രയും ചേർത്ത് പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായി വറുത്തെടുക്കണം. ഇനി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ നല്ല സോഫ്റ്റ് പേസ്റ്റ് പരുവമാക്കി അരച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ വളരെ നന്നായിരിക്കും. ഇനി കറി തയ്യാറാക്കാനായി പാൻ വെക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. കൂടെ തന്നെ അരിഞ്ഞ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴണ്ടു വരണം. നന്നായി വഴണ്ടു വരുന്ന സമയം 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി വാടി വരുന്ന സമയം മുരിങ്ങയ്ക്ക ചീകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മുരിങ്ങയ്ക്ക നീളത്തിലരിഞ്ഞതാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായി വാടി വരുന്ന സമയം വറുത്തരച്ച തേങ്ങ അരപ്പ് ചേർക്കാം. കൂടെ തന്നെ കുതിർത്ത പുളി നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്തതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. തീയിൽ നന്നായി കുറുകി വരുന്ന സമയം നമുക്ക് നോക്കിയാൽ അറിയാം എണ്ണ നന്നായി തെളിഞ്ഞു വരും. കൂടെ തന്നെ പാത്രത്തിൽ നിന്നും കറി നന്നായി വേറിട്ട് വരും. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ആവശ്യമായ എണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിന് വ്യത്യസ്തമായ ഒരു മുരിങ്ങയ്ക്ക തീയൽ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത്തവണ ഓണത്തിന് ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.